കെമിക്കൽ കൈനറ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് റേറ്റ് ലോ, റേറ്റ് കോൺസ്റ്റൻറ്റ്, ഓർഡർ ഓഫ് എ റിയാക്ഷൻ, മോളിക്കുലാരിറ്റി, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഇത്രയുമാണ് പഠിക്കുന്നത്. അപ്പോൾ +2 ചാപ്റ്റർ 4 കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ പാർട്ട് 1 നമ്മളവിടെ പഠിച്ച പോയിന്റ്സ് ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞത്? കൈനറ്റിക്സ് എന്താണ്, കെമിക്കൽ കൈനറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞു. റേറ്റ് തന്നെ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റുമുണ്ട്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് റേറ്റിന്റെ യൂണിറ്റ് പഠിച്ചു. ദെൻ അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 എന്ന് പറയുന്ന വീഡിയോയിൽ പഠിച്ചത്. പാർട്ട് 1 എന്ന് പറയുന്ന വീഡിയോയിൽ പഠിച്ചത് എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട് 2 പോകാം. പാർട്ട് 2 പോകുമ്പോൾ അവിടെ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ആവശ്യമുള്ള പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കാണും, അവയും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അടുത്ത് നമുക്ക് പാർട്ട് 2 പോവാം. ഇനി നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലെ പാർട്ട് 2 പോകാം. പാർട്ട് 2 നമ്മൾ നോക്കുന്നത് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങിനകത്ത് പഠിച്ച ഫസ്റ്റ് പോയിന്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ജനറൽ റിയാക്ഷൻ എടുക്കാം. A moles of A reacts with B moles of B gives products. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന നമ്പേഴ്സ് ആണ് എയും ബിയും, നമ്പർ ഓഫ് മോൾസ്. അതേസമയം എക്സ്പെരിമെന്റലി നോക്കുമ്പോൾ ഈ എയുടെ എ മോൾസ് ചില കേസസിൽ ബിയുടെ ബി മോൾസുമായി റിയാക്ട് ചെയ്യാം. മറ്റു ചില കേസസിൽ ഇതിന്റെ എ മോൾസിൽ നിന്ന് ഒരു നിശ്ചിത എണ്ണം എ മോൾസ് ആയിരിക്കും ബി മോൾസിലെ ഒരു നിശ്ചിത എണ്ണവുമായി റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ എണ്ണത്തെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ബിയുടെ കറസ്പോണ്ടിങ് ബൈ. അതായത് ചില കേസസിൽ ഈ എയും ബിയും തമ്മിൽ കറക്റ്റ് ആയിട്ട് അതേ നമ്പർ ഓഫ് മോൾസിൽ തന്നെ റിയാക്ട് ചെയ്തെന്നിരിക്കാം. പക്ഷെ സം കേസസിൽ എക്സ്പെരിമെന്റലി നോക്കുമ്പോൾ ഈ എടുത്ത് ഇപ്പൊ നമ്മൾ 10 മോൾസ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ അതിൽ നിന്നും ഒരു 3 മോൾസ് റിയാക്ട് ചെയ്തു എന്ന് കരുതുക. അതാണ് ഈ നമ്പറും ഈ നമ്പറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. എക്സ് മോൾസ് ഓഫ് എ റിയാക്ട്സ് വിത്ത് ബൈ മോൾസ് ഓഫ് ബി ദെൻ ഗിവ്സ് കറസ്പോണ്ടിങ് പ്രോഡക്ട്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എയും ബിയുമാണ്. അതിന്റെ കോൺസെൻട്രേഷനെ ആശ്രയിച്ചിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അതായത് എയുടെ എത്ര എണ്ണം റിയാക്ട് ചെയ്യുന്നു? എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്. ബിയുടെ എത്ര എണ്ണമാണ്? കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു, കെ. എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്ന് നമുക്ക് എടുക്കാം. ദിസ് ഇക്വേഷൻ is known as rate law. ഈ ഇക്വേഷന് പറഞ്ഞ പേരാണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പഠിച്ച ടേംസിൽ നിന്നുമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അപ്പൊ അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറൽ റിയാക്ഷൻ എടുത്തു. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ക്വയറിനകത്താണ് ഡിനോട്ട് ചെയ്യുന്നത്. എയുടെ ആണെങ്കിൽ
സ്ക്വയറിനകത്ത് എ എന്ന് പറയുന്നത് കാണിക്കുന്നു. ബി ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇതാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അവിടെ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ. ഇവിടെ എക്സും വൈ എന്ന് പറയുന്നത് ചില കേസസിൽ എക്സും വൈ, എക്സ് എന്ന് പറയുന്ന എ തന്നെയാകാം, വൈ എന്ന് പറയുന്നത് ബിയുമാകാം. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. എക്സ്പെരിമെന്റലായിട്ട് നോക്കുമ്പോൾ എ മോൾസ് എടുത്താലും അതിന്റെ എക്സ് മോൾസ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. ബി മോൾസ് എടുത്താൽ അതിന് വൈ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എക്സ് എന്നും വൈ എന്നും നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കെ കൊടുത്തു. കെ പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Rate law or rate equation. It is defined as the experimentally determined relationship between the rate of reaction and the concentration of the reactants. അതായത് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റും റേറ്റ് ഓഫ് റിയാക്ഷനും കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസും തമ്മിലുള്ള റിലേഷനാണ്. അത് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്, എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ്. R is equal to K into A raised to X into B raised to Y എന്നാണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പം ഇവിടെ വരുന്ന എക്സ് വൈ ടേംസ്, the exponents x and y may or may not be equal to the stoichiometric coefficients a and b of the reactants. അതായത് നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുന്നിടത്ത് എ മോൾസ് ഓഫ് എ വിത്ത് ബി മോൾസ് ഓഫ് ബി എന്ന് പറയുന്ന റിയാക്ഷനാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതാണ് ഇവിടെ എയും ബി എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാം. റേറ്റ് ഇക്വേഷൻ R is equal to constant K into A raised to X into B raised to Y. ഇതാണ് റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എ is equal to കോൺസെൻട്രേഷൻ ഓഫ് ബി is equal to 1 യൂണിറ്റി. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ, 1 മോൾ പെർ ലിറ്റർ ആണെങ്കിൽ, യൂണിറ്റി ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാകും? R is equal to K എന്ന് കിട്ടും. ഇതും 1 ആകും, ഇതും 1 ആകും. ഇപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, റേറ്റ് കോൺസ്റ്റന്റ് ഈ സെയിം ആസ് ദാറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എപ്പോഴാണ്? വെൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ആർ യൂണിറ്റി. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആകുന്ന സമയത്ത് റേറ്റും റേറ്റ് കോൺസ്റ്റന്റും സെയിം ആയിരിക്കും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. Rate constant is defined as the rate of a reaction when concentration of the reactants are unity. അടുത്തത് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ആണ് നോക്കുന്നത്. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി gives products. Then rate is equal to K into A raised to X into B raised to Y, where K is rate constant. When A is equal to, concentration of A is equal to concentration of B is equal to 1, then the equation becomes rate is equal to K, rate constant. Therefore, rate constant may be defined as the rate of the reaction when the concentration of each reactant is unity. നമുക്കിനി അടുത്ത ടേമിലേക്ക് പോകാം. അതിന് നമ്മളൊരു ജനറൽ റിയാക്ഷൻ എടുത്തു. എ മോൾസ് ഓഫ് എ റിയാക്ട്സ് വിത്ത് ബി മോൾസ് ഓഫ് ബി ഗീവ്സ് പ്രോഡക്ട്സ്. എയും ബിയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇവിടെ എയും ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസുകൾ എയും ബിയും ആണ് കൊടുത്തേക്കുന്നത്. നമ്മളൊരു ഇക്വേഷൻ ആണ്, കറക്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ റേറ്റ് നമ്മൾ പഠിച്ചതനുസരിച്ച്, റേറ്റ് ഇക്വേഷൻ അനുസരിച്ച് R is equal to റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു A, concentration of A, represent A square bracket into raised to X. A യിൽ നിന്നും X moles react ചെയ്തു. Concentration of B raised to Y, B യിൽ നിന്നും സ്മോൾ ബി നിന്നും Y moles react ചെയ്തു. ഓൾറെഡി പഠിച്ചതാണ്, റേറ്റ് ഇക്വേഷൻ എഴുതുന്നു. ഇനി ഇതിൽ നിന്നും നമ്മൾ അടുത്ത പുതിയൊരു ടേം നോക്കുകയാണ്, ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ.
എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ? അപ്പൊ ഈ റേറ്റ് ഇക്വേഷന്റെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ റേറ്റിന്റെ അല്ലെങ്കിൽ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിയാക്ഷന്റെ ഓർഡർ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. അപ്പൊ ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്? സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് ലോ എന്ന് പറയും. അതായത് ഒരു റേറ്റ് ഇക്വേഷൻ എഴുതുക, അതിനകത്ത് കോൺസെൻട്രേഷൻ ടേമുകളുടെ പവർ ആയിട്ട് വരുന്ന ടേംസ് ഉണ്ട്. ഇവിടെ എക്സും വൈയും അവരുടെ സമ്മ്, കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സമ്മിനെയാണ് എക്സ് പ്ലസ് വൈ. അതായിരിക്കും ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ പറഞ്ഞു, ഈ എക്സും വൈയും നമുക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്നതാണ്. ചില കേസസിൽ എക്സ് എക്ക് തുല്യമായിരിക്കാം, വൈ ബിക്ക് തുല്യമായിരിക്കാം. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ആണ്, എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. Order of a reaction. Consider a general reaction A plus B gives products. Then rate equation. Rate is equal to K A raised to X into B raised to Y. Therefore, order is X plus Y. The order is defined as the sum of the powers of the concentration terms in the rate equation or rate law. അടുത്തത് നമുക്ക് 2-3 കെമിക്കൽ റിയാക്ഷൻസ് എടുത്തിട്ട് അവരുടെ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷനും ഓർഡറും നമുക്ക് എഴുതാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ എക്സാമ്പിൾസ് ഇവിടെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ, നൈട്രിക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം നൈട്രജൻ ഡയോക്സൈഡ്. ഇതൊരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 നൈട്രജനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 2 എന്ന് പറയുന്ന ഒരു ടേം വരും. 2 വരുമ്പോ 2 നൈട്രജന് 4 ഓക്സിജന്. കറക്റ്റ് ആണോ നോക്കിക്കേ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഇപ്പൊ നൈട്രിക് ഓക്സൈഡ് ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. നൈട്രിക് ഓക്സൈഡ് ഈസ് എ ഗ്യാസ്. നമുക്ക് ഗ്യാസ് ചെയ്ത് കൊടുക്കാം. ഓക്സിജൻ ഗ്യാസ്, നൈട്രജൻ ഡയോക്സൈഡ് ഈസ് ഓൾസോ ഗ്യാസ്. ഇനി ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് ലോ വെച്ച് എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആർ ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് റിയാക്ടന്റ് ആരാണ്? NO എന്ന് പറയുന്നതാണ്. റേസ് ടു നമുക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. റേസ് ടു 2 ഓക്സിജന്റെ കോൺസെൻട്രേഷൻ രണ്ടാമത്തെ റിയാക്ടന്റ് റേസ് ടു 1. അവിടെ നിങ്ങൾക്ക് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ കിട്ടി. ഇനി ഇവിടെ NOയെ വിത്ത് റെസ്പെക്ട് ടു അതിന്റെ ഓർഡർ 2, O2ന്റെ വിത്ത് റെസ്പെക്ട് ടു അതിന്റെ ഓർഡർ 1. ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഡർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ. അതായത് സം ഓഫ് ദി പവേഴ്സ് എന്ന് പറയുന്നത് 2 + 1 ഈസ് ഈക്വൽ ടു ഓർഡർ എത്രയാണ്? 3 ആയിരിക്കും. തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഓർഡർ എന്താണെന്ന് ക്ലിയർ ആയി കാണുമല്ലോ. ഒരു എക്സാമ്പിൾ അതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്ന നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു. അത് തന്നെ റിയാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ ആ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് തന്നെയാണ് എക്സ്പെരിമെന്റലി റിയാക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ 3 ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് തേർഡ് ഓർഡർ റിയാക്ഷൻ. ദിസ് ഈസ് നോൺ ആസ് തേർഡ് ഓർഡർ റിയാക്ഷൻ. അടുത്തതിനെ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണ്. CHCl3 plus Cl2 gives CCl4 plus HCl. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ഓർഗാനിക്കിന്റെ കേസിൽ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. ക്ലോറിനേഷൻ ആണ്, ക്ലോറോഫോം ആണിത്. CHCl3 ക്ലോറോഫോമിലേക്ക് ക്ലോറിനേഷൻ നടത്തുമ്പോൾ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഈ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ വന്ന് HCl ആകുന്നു. ക്ലോറിൻ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒക്കെ ബാലൻസ്ഡ് ആണ്. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു CHCl3. അതായത് ഫസ്റ്റ് റിയാക്ടന്റ് എന്ന് പറയുന്നത് CHCl3
ദെൻ സെക്കൻഡ് റിയാക്ടൻ എന്ന് പറയുന്നത് Cl2 raised to 1/2 എന്നാണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഒരു മോൾ ഉണ്ട്, ഇവിടെയും 1 മോൾ ഉണ്ട്. 1 മോൾ റിയാക്ട്സ് 1 മോൾ എന്നാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് എടുത്തേക്കുന്നത്. പക്ഷെ നമ്മുടെ റേറ്റ് ഇക്വേഷനകത്ത് CHCl3യുടെ മുകളിൽ 1 ആണ്. ഒന്നും എഴുതിയില്ലെങ്കിൽ അതിന്റെ മീനിങ് 1 എന്നാണ്. പക്ഷെ ഹാഫ് ക്ലോറിനുമായിട്ടേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ റേസ് ടു പവർ 1/2. അങ്ങനെയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ ഓർഡർ എത്രയായിരിക്കും? 1 + 1/2 നമുക്ക് കൂട്ടുമ്പോൾ 3/2 ഒരു ഫ്രാക്ഷണൽ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ തൊട്ടു മുമ്പ് നമുക്ക് കിട്ടിയത് ഒരു ഹോൾ നമ്പർ ആയിരുന്നു, ഇവിടെ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ നമ്പർ. അപ്പൊ ഓർഡർ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ നമ്പർ വേണമെങ്കിലും ആകാം. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ഒരു ഹോൾ നമ്പർ ആകാം, വേണമെങ്കിൽ അതൊരു ഫ്രാക്ഷൻ നമ്പർ ആകാനും സാധ്യതയുണ്ട്. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മള് മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് നോക്കുന്നത്. CH3 COO C2H5. അതായത് ഇതൊരു എസ്റ്റർ ആണ്. COO ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത് ഒരു എസ്റ്റർ ലിങ്കേജ് ആണ്. ഈതൈൽ ഗ്രൂപ്പാണിത്. ഈതൈൽ അസറ്റേറ്റ്, അസറ്റിക് ആസിഡിന്റെ പാർട്ടാണ് ഈതൈൽ ഗ്രൂപ്പ്. ഇത് ഈതൈൽ അസറ്റേറ്റ് ഒരു എസ്റ്റർ ആണ്. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുന്നു, അഡീഷൻ ഓഫ് വാട്ടർ. ദെൻ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, അതായത് ഇത് CH3COH ആസിഡ് ഉണ്ടാകും, പ്ലസ് ബാക്കി പാർട്ട് C2H5OH ആൽക്കഹോളുമായിട്ട് മാറും. ഹൈഡ്രോളിസിസ്, അഡീഷൻ ഓഫ് വാട്ടറിന് പറയുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് ഓഫ് ആൻ എസ്റ്റർ തരുന്ന ആരൊക്കെയാണ്? ആസിഡിനെയും ആൽക്കഹോളിനെയും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഇക്വേഷൻ R is equal to K into CH3COO C2H5. ഇതായിരിക്കും റേറ്റ് ഇക്വേഷൻ. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ഈ റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഹൈഡ്രോളിസിസിന് വേണ്ടി നമ്മൾ വാട്ടർ എടുക്കുന്നുണ്ട്, അത് ലാർജ് ആയിരിക്കും എടുക്കുന്നത്, എക്സസ് ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. അത് റേറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾക്ക് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? എസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പവർ എത്രയാണ്? 1. അപ്പൊ ഇത് ഏത് ഓർഡർ ആണ്? ഇതിന്റെ ഓർഡർ ഈസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷൻ. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ ഇപ്പൊ ഫസ്റ്റ് ഓർഡർ പഠിച്ചു, തേർഡ് ഓർഡറിന് ഒരു എക്സാമ്പിൾ പഠിച്ചു, അല്ലെ ഫ്രാക്ഷൻ ഓർഡറിന് ഒരു എക്സാമ്പിൾ പഠിച്ചു, സെക്കൻഡ് ഓർഡർ ഉണ്ടായിരിക്കാം. അപ്പം ഇതാണ് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ടെസ്റ്റിലുള്ള ബാക്കി എക്സസൈസും കൂടി ചെയ്തു നോക്കണം. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ചിലടത്ത് ഓർഡർ നമുക്ക് വ്യത്യാസം വരുന്ന കാണാൻ പറ്റും, അത് പ്രത്യേകം എടുത്ത് പഠിക്കുക. അപ്പൊ ഓർഡറിന്റെ 3 എക്സാമ്പിൾസ് ആയി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താന്ന് നോക്കാം. റേറ്റ് കോൺസ്റ്റന്റ് K എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂണിറ്റ് എന്താന്ന് നോക്കാം. അപ്പൊ അതിനാദ്യം നമുക്ക് റേറ്റിന്റെ ഇക്വേഷൻ നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അവിടെ നമുക്കറിയാം അതിന്റെ പവർ ഉണ്ട്, കോൺസെൻട്രേഷൻ ടേമിന്റെ ഒരു പവർ ഉണ്ട്. ഇപ്പൊ നമുക്ക് അത് അറിയില്ല എത്ര, അതുകൊണ്ട് നമ്മൾ ഒരു nth ഓർഡർ കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഓർഡർ എന്ന് പറയാൻ നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചത് ഒരു ഫ്രാക്ഷൻ ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, അപ്പൊ സെക്കൻഡ് ഓർഡർ ഒക്കെ ഉണ്ട്. അപ്പൊ ജനറലി നമുക്ക് nth ഓർഡർ എന്ന് എടുക്കാം, ഓർഡർ n എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫസ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ K is equal to എന്തായിരിക്കും? റേറ്റ്, R എന്ന് പറയുന്ന റേറ്റ് ആണ്, റേറ്റ് എന്ന് തന്നെ ഫുൾ എഴുതുകയാണ്. റേറ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ റേസ് ടു n എന്ന് ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഇനി റേറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. നമ്മൾ ഓൾറെഡി റേറ്റിന്റെ ഇക്വേഷൻ പഠിച്ചാണ്. ഇനി നമുക്ക് കോൺസെൻട്രേഷന് പല യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് ഏതായിരിക്കും? മോൾ ലിറ്റർ റേസ് ടു -1. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1ഉം റേറ്റിന്റെ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അങ്ങനെ ഇത് ഒരു കോൺസെൻട്രേഷൻ n ടൈംസിന്റെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ദ ഹോൾ റേസ് ടു n എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? യൂണിറ്റിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 ഹോൾ ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ റേസ് ടു -1 ദ ഹോൾ റേസ് ടു n എന്ന് വരും. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള യൂണിറ്റ് കിട്ടുന്നത്. അതായത് മോൾ ഇവിടെ ഉണ്ട്,
ഈ മോളിനകത്തുള്ള എന്നും കൂടെ വരും. ഈ മോളിന് 1 ആണ്. അപ്പൊ 1 ഇവിടെ നിന്നുള്ള n മുകളിൽ ചെല്ലുമ്പോൾ 1 - n ആകും. ഇനി അതേപോലെ ലിറ്റർ മുകളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഉണ്ട്. ഇവിടെ -1, ഇവിടെ -n ആകും. അത് ന്യൂമറേറ്ററിൽ ചെല്ലുമ്പോൾ +n ആകും. അപ്പൊ അതിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക n-1. ഇനി സെക്കൻഡ് ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് റേസ് ടു -1. അപ്പൊ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണ്? മോൾ 1 - n ലിറ്റർ n-1 സെക്കൻഡ് റേസ് ടു -1. അതായത് ഈ കോൺസെൻട്രേഷൻ റേസ് ടു n, കോൺസെൻട്രേഷൻ മോൾ ലിറ്റർ റേസ് ടു -1, അതായത് ഹോൾ റേസ് ടു n എന്നായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇതിനെ ഓരോരുത്തരെയും മൾട്ടിപ്ലൈ ചെയ്യണം. മോൾ റേസ് ടു n ലിറ്റർ റേസ് ടു -n, അതായത് മോൾ റേസ് ടു n ലിറ്റർ റേസ് ടു -n എന്നായിരിക്കും നമുക്ക് ഈ ടേം വരുന്നത്. മോൾ റേസ് ടു n ലിറ്റർ റേസ് ടു -n. ഇത് ഡിനോമിനേറ്റർ കിടക്കുന്ന ടേം ആണ്. അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിഹ്നം മാറും. മോളിന്റെ റേസ് ടു n എന്ന് പറയുന്നത് -n ആകും. -n മുകളിൽ വരുമ്പോഴത്തേക്ക് +n ആകും. അങ്ങനെയാണ് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് nth ഓർഡറിന്റെ യൂണിറ്റ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നുള്ള ഏതിന്റെ വേണമെങ്കിലും യൂണിറ്റ് കണ്ടുപിടിക്കാം. അടുത്ത് നമുക്കത് നോക്കുകയും ചെയ്യാം. Molecularity of a reaction. It is defined as the number of molecules, atoms or ions which collide simultaneously to bring about the reaction. For that, we consider a general reaction. A plus B gives products. Then the molecularity is A plus B. അടുത്തതായിട്ട് നമുക്ക് മോളിക്കുലാരിറ്റിയുടെയും ഓർഡറിന്റെയും ഡിഫറൻസ് നോക്കാം. അപ്പൊ ഞാനത് ബോർഡിൽ രണ്ടും എഴുതിയിട്ടേക്കാണ്. എന്നിട്ട് പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ് ഓർ ആറ്റംസ് വിച്ച് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദി കെമിക്കൽ റിയാക്ഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഓർ പാർട്ടിക്കിൾസ് അവിടെ എടുത്തിരിക്കുന്നത് എന്താണോ അത്, അതിന്റെ എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡ്, അല്ലെങ്കിൽ ഡെഫിനിഷനുമായിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ആറ്റംസ് ഓർ അയോൺസ് വിച്ച് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദി റിയാക്ഷൻ. അതേസമയം നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ്. നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുന്നുണ്ട്. ആ റേറ്റ് ഇക്വേഷന്റെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചെടുക്കാം. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിയും കോൺസെൻട്രേഷൻ ടേമിന്റെ സം. അപ്പൊ നമ്മൾ റേറ്റ് എഴുതും. റേറ്റ് എഴുതുമ്പോൾ കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എക്സും വൈ എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ. അതാണ് റേറ്റ് ഇക്വേഷന്റെ അതിനകത്ത് കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറിന്റെ സമ്മിനെ ഓർഡർ എന്നും, സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ എഴുതുമ്പോൾ അതിനകത്ത് എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു അതിനെ മോളിക്കുലാരിറ്റി എന്നും പറയുന്നു. അപ്പൊ ഈ മോളിക്കുലാരിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു തിയറട്ടിക്കൽ വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ഇപ്പം തീർച്ചയായിട്ടും കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് ഒരിക്കലും ഫ്രാക്ഷൻ എഴുതാൻ പറ്റത്തില്ല. എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ എക്സ്പെരിമെന്റലി അത് ഓർഡറിന്റെ അനുസരിച്ച് അത് ഹോൾ നമ്പർ ആകാം, ചില കേസസിൽ ഫ്രാക്ഷൻസും ആകാം, മറ്റു ചില കേസസിൽ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ എഫക്ട് ചെയ്യണമെന്ന് തന്നെയില്ല. സീറോ ഓർഡർ റിയാക്ഷൻസും ആയിരിക്കാം. പിന്നെ മോളിക്കുലാരിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെക്കാനിസത്തെ കുറിച്ച്, റിയാക്ഷൻ നടക്കുന്ന മെക്കാനിസത്തെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് തരില്ല. പക്ഷെ ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്, എക്സ്പെരിമെന്റലി നടക്കുന്നതാണ്. അപ്പൊ അതിന് ഐഡിയ അബൌട്ട് മെക്കാനിസം, അത് മെക്കാനിസത്തെ കുറിച്ചുള്ള ഐഡിയയും നമുക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. മിക്കവാറും വർഷങ്ങളിലെ എക്സാമുകൾക്ക് ഏതെങ്കിലും രണ്ട് ഡിഫറൻസ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഡെഫിനിഷനും തിയറട്ടിക്കൽ വാല്യൂ, എക്സ്പെരിമെന്റൽ വാല്യൂ എന്നുള്ളത് രണ്ടെണ്ണം പഠിച്ചു നോക്കുക.
അല്ലെങ്കിൽ എല്ലാ എണ്ണവും പഠിക്കുക, കഴിയുന്നവരെല്ലാം തന്നെ പഠിക്കുക. മിനിമം 2 വാല്യൂവെങ്കിലും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ എളുപ്പമുള്ളതെന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി ഒരു തിയറട്ടിക്കൽ വാല്യൂ ആണ്, അതേസമയം ഓർഡർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. മോളിക്കുലാരിറ്റി ഹോൾ നമ്പേഴ്സ് മാത്രമേ കാണുകയുള്ളൂ, അതേസമയം ഓർഡർ എന്ന് പറയുന്നത് ഫ്രാക്ഷനോ സീറോയോ ഹോൾ നമ്പേഴ്സോ ഏത് വേണമെങ്കിലും ആകാം. തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്, മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷനും ഓർഡറിന്റെ ഡെഫിനിഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Difference between molecularity and order. First one, molecularity. It is the number of reacting molecules, atoms or ions which collide simultaneously to bring about the reaction. And also molecularity is a theoretical concept. Molecularity can have only whole number values other than 0. It gives no idea about mechanism. Then order. It is the sum of the powers of the concentration terms in the rate law. Order of a reaction is experimentally determined. It can have whole number, fractional or 0 values. And also order gives an idea about mechanism. പാർട്ട് സെക്കൻഡ് കൈനറ്റിക്സിൽ നമ്മൾ പഠിച്ചത് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ റിയാക്ഷൻ റേറ്റ് ആണ്. അതിൽ നിന്ന് റേറ്റ് ലോയും റേറ്റ് കോൺസ്റ്റൻറ്റും പഠിച്ചു. അതോടൊപ്പം ഓർഡർ, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ, ഇത് രണ്ടും കൺസിഡർ ചെയ്യുകയും റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റും നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. അപ്പോഴിവിടെ 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് മോളിക്കുലാരിറ്റിയും ഓർഡറും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് അതിൻ്റെ ഓർഡർ 0 ഓർഡർ ആണോ, ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ എന്ന്, ഫ്രാക്ഷൻ ഓർഡർ ആണോ എന്നുള്ളതും കൂടി മനസ്സിലാക്കാനുണ്ട്. അതൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അസൈൻമെൻറ്റ് പാർട്ടിൻ്റെ കൂട്ടത്തിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് നോട്ട്സൊക്കെ എഴുതി പഠിക്കുക. എല്ലാവർക്കും ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.